നെതർലൻഡ്സിന്റെ ഉൾനാടുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. സാൻസേഷാൻസ്, മാർക്കൻ, വോളണ്ടാം തുടങ്ങിയ ഗ്രാമങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കണ്ട ശേഷം ആംസ്റ്റർഡാം സിറ്റിയിലേക്ക് മടങ്ങുകയാണ് ഞങ്ങൾ. കുട്ടനാട് പോലെ നീണ്ടു പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് പുറത്തെ കാഴ്ച. കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ പുൽമേടുകളായി വെട്ടിയൊരുക്കിയിട്ടിരിക്കുന്നു. ചീസും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഫാക്ടറികൾ, ഒറ്റപ്പെട്ട ചെറിയ വീടുകൾ. ഇതിനൊക്കെ തന്നെ ഒരു ഭംഗിയുണ്ട്. പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കൾ. ഇടയ്ക്കിടെ സമ്പന്ന വീടുകളും കാണാം. പിന്നെ വീണ്ടും വിശാലമായ കൃഷിയിടങ്ങളായി. പുൽമേടുമാവാം. പുൽമേടും കൃഷിയിടം തന്നെയാണ്. ഓരോ വർഷവും കോടികൾ വില വരുന്ന പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് നിദാനമാകുന്നത് ആ പുൽമേടുകൾ തന്നെയാണല്ലോ. ഡച്ച് ഗ്രാമങ്ങളുടെ പച്ചപ്പും മനോഹാരിതയും കണ്ട് ഞാൻ ബസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ്. സഹയാത്രികരും ആ കാഴ്ചയിൽ മുഴുകിയിരിക്കുന്നു. ഇടയ്ക്കിടെ വലിയ കായലുകൾ, അതിന്റെ ഓരത്ത് വീടുകളും ബോട്ട് കയറ്റിയിടുന്ന ഷെഡുകളും. ഒരിക്കൽ കൂടി മോണിക്കൻ ഡാം എന്ന ഗ്രാമം കടന്നു വേണം പോകാൻ. നേരത്തെ ഇതുവഴിയൊന്നു പോയതാണ്. കനാലുകളും ചെറുതോടുകളും അവയുടെ ഓരത്തെ വീടുകളും തൊടികളുമെല്ലാം വിശദമായി കാണാം. ജലമില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഒരു പള്ളി, ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തെ ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ. ഈ മോണിക്കൻ ഡാമിലൂടെ കടന്നാണ് ഞങ്ങൾ മാർക്കൻ ദ്വീപിലേക്ക് പോയത്. പഴയകാലത്ത് ഈ മേഖലയിലെ വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു മോണിക്കൻ ഡാം എന്നാണ് ചരിത്രം. ആ ഗ്രാമം കഴിയുന്നതോടെ വീണ്ടും പുൽമേടുകളുടെ കാഴ്ചയായി. നൂറുകണക്കിന് പശുക്കൾ മേഞ്ഞു നടക്കുന്നു. ഈ പശുക്കളൊക്കെ എന്തുമാത്രം പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്! ആ പാൽ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇവർ ലോകത്തിന്റെ വിപണിയിലേക്ക് കയറ്റി അയക്കുന്നു. കൃഷി വളരെ ശാസ്ത്രീയമായി നടപ്പാക്കുകയും അതിലൂടെ വലിയ ലാഭം കൊയ്യുകയും ചെയ്യുന്ന നാടാണ് നെതർലൻഡ്സ്. ഇവിടെ നിന്നെല്ലാം നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മുടെ കേരളവുമായി ഈ ഭൂപ്രകൃതിക്ക് എന്താണ് വ്യത്യാസം? കുട്ടനാടൻ പ്രദേശങ്ങളും തീരമേഖലയുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കേരളത്തിൽ പലതും പ്രശ്നങ്ങളാണ്. കൃഷി പ്രശ്നം, ജലാശയങ്ങൾ പ്രശ്നം, മഴ പ്രശ്നം, മലിനീകരണ പ്രശ്നം, പ്രളയം പ്രശ്നം. ഇതൊക്കെ പരിഹരിച്ചിരിക്കുന്ന ഒരു നാടാണിത്. അതെങ്ങനെയാണെന്ന് പഠിച്ചാൽ മാത്രം മതി. നമുക്കും പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാം. അതൊക്കെ ചിന്തിച്ചിരിക്കെ ബസ് ആംസ്റ്റർഡാമിലേക്ക് എത്തുന്നു. ഇവിടെയും ചുറ്റും ജലം തന്നെയാണ് കാഴ്ച. നമ്മുടെ കൊച്ചി പോലെ ഒരു നഗരം. ധാരാളം ജലഗതാഗത സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ ബസ് എത്തി. ഐജെ എന്ന ജലാശയത്തിന് അഭിമുഖമായുള്ള ഭാഗമാണ്. ആംസ്റ്റർഡാമിലെ ട്രെയിൻ, ട്രാം, ബസ്, ഫെറി ഗതാഗതത്തിന്റെ ഒരു ഹബ്ബാണ് ഈ സെൻട്രൽ സ്റ്റേഷൻ. നേരം 2:15 ആയപ്പോഴേക്കും ഈ ബസ്സിലുള്ള ടൂർ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം ഇവിടെ ഇറങ്ങുകയാണ്. കുറച്ചുപേർ ഇന്ന് ഉച്ചകഴിഞ്ഞുള്ള ടൂറിന് ഇതേ ബസ്സിൽ പുറപ്പെടുന്നുണ്ട്. ഉച്ചവരെയുള്ള ടൂറിന് ടിക്കറ്റ് എടുത്തിരുന്നവരെല്ലാം ഇറങ്ങി. ബസ് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുകളിലെ ഒരു നിലയിലാണ്. ഇനി സ്റ്റേഷനകത്തുകൂടി ഇറങ്ങി വേണം പോകാൻ. എനിക്ക് ഇനി ആംസ്റ്റർഡാമിന്റെ കാഴ്ചകളിലേക്ക് പോകണം. മനോഹരമായ നിർമ്മിതിയാണ് ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ആംസ്റ്റർഡാം സെൻട്രൽ എന്നാണ് പൊതുവെ ഇതറിയപ്പെടുന്നത്. ഭൂമിക്കടിയിലും പല നിലകൾ. അതിഗംഭീരമായ ഒരു വാസ്തുവിദ്യാ സമുച്ചയം തന്നെയാണിത്. മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുക്കാനാവുമോ? നമ്മൾ കേരളത്തിൽ പ്രശ്നങ്ങളായും ശല്യമായും കാണുന്നതിനെല്ലാം ഇവർ ഇവിടെ പരിഹാരമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രായോഗിക ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് ഇവരോട് ആരാധന തോന്നുന്നത്. നമ്മുടെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾക്കും അടിസ്ഥാനപരമായ പോരായ്മകൾക്കുമെല്ലാം പരിഹാരമുണ്ട്. അത് ഇവരൊക്കെ എങ്ങനെ നടപ്പാക്കിയിരിക്കുന്നുവെന്ന് പഠിച്ചാൽ മാത്രം മതി.
നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് ലോകത്താർക്കും ഉത്തരമില്ലെന്ന് കരുതാതിരുന്നാൽ മതി. ഞാൻ വീണ്ടും സെൻട്രൽ സ്റ്റേഷന്റെ മുൻഭാഗത്തേക്കെത്തി. മുൻഭാഗം വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെയൊന്നും കാറുകൾ വന്ന് തിങ്ങി നിറഞ്ഞ് ഹോണടിച്ച് ബഹളമുണ്ടാക്കുന്നില്ല. ഇത്തരം സ്ക്വയറുകൾ എന്നാൽ മനുഷ്യർ നടക്കുന്ന സ്ഥലങ്ങളാണ്. വാഹനപ്രളയമില്ല, ഹോണടി ശബ്ദം കേൾക്കുന്നതുമില്ല. ജനങ്ങളെല്ലാം നടക്കുന്നു. ചിലരൊക്കെ സൈക്കിളിൽ വരുന്നു. ആകപ്പാടെയുള്ള വണ്ടികൾ ഡെലിവറി വാഹനങ്ങളാണ്. മറ്റൊരു കാഴ്ച കനാലുകളുടെ ഓരങ്ങളിൽ വന്നെടുക്കുന്ന ബോട്ടുകളാണ്. അതും വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നില്ല. മിക്കതിനും ഒരേ രൂപമാണ്. അത് ശാന്തമായി അരയന്നങ്ങളെപ്പോലെ വെള്ളത്തിലങ്ങനെ ഒഴുകി നടക്കുന്നു. എന്റെ പക്കൽ ഒരു ടിക്കറ്റുണ്ട്. നേരത്തെ ബസ് ടൂറിന് ടിക്കറ്റ് എടുത്തപ്പോൾ അവർ തന്ന ഫ്രീ ടിക്കറ്റാണ്. കനാൽ ക്രൂസിനുള്ള ടിക്കറ്റ്. അതുമായി ചെന്നപ്പോൾ മേൽക്കൂരയുള്ള ബോട്ടിലാണ് യാത്രയെന്നാണ് അറിഞ്ഞത്. അത്തരം ബോട്ടിലിരുന്നാൽ പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ സൗകര്യം കുറവായിരിക്കും. മേൽക്കൂരയില്ലാത്ത ബോട്ടുകൾ ടൂറിസ്റ്റുകളുമായി പോകുന്നത് ഞാൻ രാവിലെ കണ്ടിരുന്നു. ഇതൊക്കെയാണ് ഈ സ്ക്വയറിലേക്കെത്തുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ. വലിയ ഹോട്ടലുകളാണ് മുന്നിൽ കാണുന്നത്. സെൻട്രൽ സ്റ്റേഷന്റെ സമീപമായതിനാൽ തന്നെ ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട്. കനാലുകളുടെ ഓരങ്ങൾ മനോഹരമായ പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്രമുഖമായ ദേവാലയങ്ങൾ. കനാലിൽ നിരവധി ബോട്ടുകളുണ്ട്. ഒരു ചെടി എങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ കനാൽ തീരത്തിന് മറ്റൊരു ഭാവം കൈവരുന്നു. സെൻട്രൽ സ്റ്റേഷനാണ് അക്കാണുന്നത്. ഇവിടെ നിന്നിനി എനിക്കൊരു ബോട്ട് പിടിക്കണം. ഒരു ഓപ്പൺ ബോട്ട്. കാത്തു നിൽക്കെ ഒരു ഓപ്പൺ ബോട്ട് നീങ്ങി വരുന്നത് കണ്ടു. മേൽക്കൂരയുടെ തടസ്സമില്ലാത്ത ബോട്ട്. അതടുക്കുന്നിടത്തേക്ക് ഞാൻ നടന്നു. ഉടനെ തന്നെ മറ്റൊരു ബോട്ട് പുറപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ ധൃതിയിൽ അവിടേക്ക് ചെന്നു. തീരത്ത് ഇക്കാണുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. അവർ ഷോപ്പിംഗ് നടത്തുന്നു. ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നു. ഓപ്പൺ ബോട്ടുകളുടെ കടവിൽ പല ബോട്ടുകൾ അടുത്തു കിടക്കുന്നുണ്ട്. ഓരോന്നിലും 20ഓളം പേർക്ക് യാത്ര ചെയ്യാം. പുരാതന കാലത്തെ പായ്വഞ്ചികളുടെ ആകൃതിയിലുള്ള ബോട്ടുകളാണ്. ഇതാണ് ഓപ്പൺ ബോട്ടുകളുടെ ബുക്കിംഗ് കേന്ദ്രം. ബ്രോഷറുകൾ വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ എടുക്കാം. 12 യൂറോ നൽകി ഞാൻ ഒരു ടിക്കറ്റ് എടുത്തു. പിന്നെ ടിക്കറ്റ് ഓഫീസിനുള്ളിലൂടെ ബോട്ടിലേക്ക് നടന്നു. ഓപ്പൺ ബോട്ടിലേക്കു കയറി. സൗകര്യപ്രദമായ ഒരു സീറ്റ് പിടിച്ചു. താമസിച്ചില്ല, ബോട്ട് പുറപ്പെട്ടു. ബോട്ടിൽ ഡ്രൈവറും ഗൈഡും ഒരാൾ തന്നെയാണ്. ഒരുതരം അലൂമിനിയം ബോട്ടാണ്. നീളൻ കവേർഡ് ബോട്ടുകളും ഇവിടെയുണ്ട്. ചിലതിൽ ഓഡിയോ ഗൈഡ് സംവിധാനമുണ്ട്. ചെറിയ ബോട്ടായതുകൊണ്ടും യാത്രികരായി കുറച്ചുപേരേ ഉള്ളൂ എന്നതുകൊണ്ടും ഞാൻ സഞ്ചരിക്കുന്ന ബോട്ടിൽ ഡ്രൈവർ തന്നെയാണ് കാഴ്ചകൾ വിവരിച്ചു തരുന്നത്. ആദ്യം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ കനാലിലൂടെ ഒന്ന് വട്ടം കറങ്ങി. നഗരത്തിലെ ഒരു പ്രമുഖ നിർമ്മിതി തന്നെയാണ് സെൻട്രൽ സ്റ്റേഷൻ. രാജകീയമായൊരു പ്രൗഢിയോടെ അതങ്ങനെ നിൽക്കുന്നു. ഇക്കാണുന്നത് സെയിന്റ് നിക്കോളാസ് ബസിലിക്കയാണ്. ആംസ്റ്റർഡാമിലെ ഏറ്റവും പ്രമുഖമായ റോമൻ കത്തോലിക്ക ദേവാലയം. പല കെട്ടിടങ്ങളും കനാലിലേക്ക് ഇറങ്ങിയെന്നോണമാണ് നിലകൊള്ളുന്നത്. ഇൻഫർമേഷൻ സെന്ററും കഫേയുമാണ് ഇടതുവശത്ത് കാണുന്ന ചെറിയ കെട്ടിടം. സെൻട്രൽ സ്റ്റേഷന്റെ ഒരറ്റം ഇപ്പോഴും കാണാം. കനാൽ തീരങ്ങൾ കല്ലുപെടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ദൂരെ എങ്ങോ നിന്ന് കൊണ്ടുവന്ന കരിങ്കല്ലാണത്. ഇക്കാണുന്നത് ഒരു ഹോട്ടലാണ്. ഹിൽട്ടന്റെ ഡബിൾ ട്രീ എന്ന ഹോട്ടൽ. മറ്റൊരു പാലത്തിന് ചുവട്ടിലേക്കെത്തി. ഇത് താരതമ്യേന പുതിയ പാലമാണ്. ഇവിടെ നിന്നും മറ്റൊരു കനാലിലൂടെയായി യാത്ര. ഗെൽഡർസക്കേഡ് കനാൽ.
മരപ്പാലങ്ങളും ഉരുക്കുപാലങ്ങളും ചുടുകട്ട കൊണ്ടുള്ള പാലങ്ങളും കരിങ്കൽ പാലങ്ങളുമെല്ലാമുണ്ട് ആംസ്റ്റർഡാമിൽ. ഒരു പാലം കടക്കുന്നതോടെ ഗെൽഡർസെക്കേഡ് കനാലിലൂടെയായി യാത്ര. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കനാലാണിത്. ശരിക്കും ആംസ്റ്റർഡാം സിറ്റിക്ക് ചുറ്റുമായി പണിത കിടങ്ങിന്റെ ഭാഗമായിരുന്നു ഇത്. പിന്നീടാണ് ഗതാഗതത്തിനുള്ള കനാലായി ഗെൽഡർസെക്കേഡ് വികസിപ്പിച്ചത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇവിടെ പഴയൊരു ബോട്ട് കിടപ്പുണ്ട്. ഇതിനുള്ളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. പണ്ട് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നതാണ്. ചെറുതും വലുതുമായ ധാരാളം ജലവാഹനങ്ങൾ തീരത്തോട് ചേർന്ന് കിടക്കുന്നു. ഗെൽഡർസെക്കേഡ് കനാലിലൂടെയാണ് കുറേ ദൂരം ഞങ്ങളുടെ യാത്ര. വലതുവശത്തെ പാത ഗെൽഡർസെക്കേഡ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കനാലിന്റെ ഓരത്ത് നിരയൊപ്പിച്ച് നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ. ഇടയ്ക്കിടെ കനാലുകൾക്ക് കുറുകെ പാലങ്ങളുണ്ട്. ബാന്താമർ ബുർഗ് പാലമാണിത്. പാലങ്ങളുടെ അടിയിലൂടെയാണ് ബോട്ട് നീങ്ങുന്നത്. പാലം കടന്ന് വീണ്ടും മുന്നോട്ട്. ഇവിടെയൊക്കെ കനാലിൽ ഫ്ലോട്ടിംഗ് വീടുകൾ കാണാം. വലിയ ഹൗസ് ബോട്ട് എന്ന് പറയാം. പക്ഷെ അത് നീങ്ങുന്നില്ല. ഒരു ഫ്ലോട്ടിംഗ് മുറ്റവുമുണ്ട് അതിന്. ഇവിടെ നിന്നും മറ്റൊരു കനാലിലേക്ക് ബോട്ട് പ്രവേശിക്കുന്നു. റഷ്ട് ബോംസ്ലൂട്ട് എന്ന കനാലിലേക്ക്. ഇവിടെ പല കനാലിനും അതിന്റെ ഓരത്തെ തെരുവിനും ഒരേ പേരായിരിക്കും. ബൂംസ്ലൂട്ട് തെരുവിന്റെ ഓരങ്ങളിലുമുണ്ട് നിരവധി ചരിത്ര മന്ദിരങ്ങൾ. 17 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിർമ്മിതമായവയാണ് അതിലേറെയും. ആ ചരിത്രമാണ് ഡ്രൈവർ വിവരിക്കുന്നത്. ഓരോ കെട്ടിടത്തിലും എന്തെങ്കിലുമൊക്കെ ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷം നിർമ്മിച്ചവയാണ് വലതുവശത്ത് കാണുന്ന തരം ചില കെട്ടിടങ്ങൾ. അത് പുതിയ കാലത്തേതാണെന്ന് മനസ്സിലാവും. എന്നാൽ നഗരത്തിന് അഭംഗിയായി അതൊന്നും തള്ളി നിൽക്കുന്നില്ല. മറ്റൊരു പാലം. അതിന്റെ ചുവട്ടിലൂടെ എത്തുന്നത് വേറൊരു കനാലിലേക്കാണ്. ക്രോം ബൂംസ്ലൂട്ട് കനാൽ. ചെറിയൊരു കനാലാണ് ക്രോം ബൂംസ്ലൂട്ട്. കനാലുകളുടെ നഗരമാണ് ആംസ്റ്റർഡാം. 165 കനാലുകൾ ഈ നഗരത്തിലുണ്ടെന്നാണ് കണക്ക്. അതിനെല്ലാം കൂടി 50 കിലോമീറ്ററിലേറെ നീളം വരും. കനാലുകളെല്ലാം മനുഷ്യനിർമ്മിതവുമാണ്. ചെളികോരി ഇരുവശത്തേക്കും ഇട്ട് നിർമ്മിച്ച കനാലുകൾ. അങ്ങനെ ചെളികോരിയിട്ട ഭാഗങ്ങൾ തിട്ടയായി മാറി. ആ തിട്ടകളിലാണ് കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ആ വിധം ചെളികൊണ്ട് ഉയർത്തിയെടുത്തതാണ് ഈ ആംസ്റ്റർഡാം നഗരം. തലങ്ങും വിലങ്ങും വരിയൊപ്പിച്ചു നിർമ്മിച്ച കനാലുകൾ. ഒരു ചീപ്പിന്റെ പല്ലുകൾ പോലെയാണ് ഇവിടുത്തെ കരഭാഗം. അതിനിടയ്ക്കുള്ള ഭാഗമെല്ലാം കനാലുകളാണ്. 17-ാം നൂറ്റാണ്ടാണ് ആംസ്റ്റർഡാമിന്റെ സുവർണകാലം. അക്കാലത്ത് നിർമ്മിതമായവയാണ് ഇവിടുത്തെ പ്രൗഢിയാർന്ന കെട്ടിടങ്ങളിൽ മിക്കതും. ഇപ്പോൾ ബോട്ട് ഔട്ട്ഷാൻസ് കനാലിലേക്ക് എത്തിയിരിക്കുന്നു. പല കനാലുകളും അവയ്ക്ക് കുറുകെയുള്ള പാലങ്ങളും ഞങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു. ഇടതുവശത്ത് ചെരിഞ്ഞ മേൽക്കൂരയുള്ള ഒരു കറുത്ത കെട്ടിടം കാണാം. ഇവിടുത്തെ ലോക്ക് കീപ്പറുടെ വീടാണത്. വേലിയേറ്റ സമയത്ത് ഈ കനാലുകൾ മിക്കതും ലോക്ക് ചെയ്യും. കനാലുകൾ കവിഞ്ഞൊഴുകാതിരിക്കാനാണ് ലോക്ക് സിസ്റ്റം. ലോക്കുകൾ വേലിയേറ്റ സമയത്ത് കൃത്യമായി അടച്ചില്ലെങ്കിൽ നഗരം മുങ്ങിപ്പോകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടുത്തെ കനാലുകളിൽ ലോക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. 24 മണിക്കൂറും ലോക്കുകൾക്ക് കാവൽക്കാരുമുണ്ടാകും. വേലിയേറ്റം തുടങ്ങുമ്പോഴേ കാവൽക്കാരൻ ലോക്ക് അടയ്ക്കും. പിന്നെ ബോട്ടുകൾക്ക് പല കനാലുകളിലൂടെ കടന്നു പോകാനാവില്ല. ഉയർന്ന തോതിലുള്ള ജലം വലിയ കനാലിൽ വന്ന് തടഞ്ഞു നിൽക്കുകയും ചെയ്യും.
നിരവധി ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ് വേലിയേറ്റ സമയത്ത് വെള്ളം കയറി ഈ നഗരം മുങ്ങിപ്പോകാതിരിക്കുന്നത്. പരിശീലനം നേടിയ ലോക്ക് കീപ്പർമാർ കനാലുകളുടെ ജംഗ്ഷനുകളിലുണ്ട്. വളരെ ചിട്ടയോടെയാണ് ഇവിടെ കനാലുകളുടെ പരിചരണം. നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ നഗരാസൂത്രണത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കനാലുകൾ. നഗരത്തിൽ വന്നു വീഴുന്ന മഴവെള്ളമാണെങ്കിലും പ്രളയജലമാണെങ്കിലും എല്ലാം കൃത്യമായി ഈ കനാലുകളിലേക്കാണ് എത്തുക. കനാലുകൾ ആംസ്റ്റൽ എന്ന നദിയിലേക്ക് എത്തുന്നു. ആംസ്റ്റൽ നദിയാകട്ടെ കടലിലേക്കാണ് ചെന്നെത്തുക. അങ്ങനെ നഗരത്തിലേക്കെത്തുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. കനാലുകളെല്ലാം വൃത്തിയോടെ സംരക്ഷിക്കുന്നുണ്ടെന്നതാണ് പ്രധാന കാര്യം. ചീഞ്ഞുകിടക്കുന്ന പോളകളില്ല, മാലിന്യമില്ല, ദുർഗന്ധമില്ല. പാഴ്വസ്തുക്കൾ അടിഞ്ഞുകൂടി കനാലിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുമില്ല. ഇങ്ങനെയാണ് കൊച്ചിയിലെയും ആലപ്പുഴയിലെയും മറ്റും കനാലുകളെയും മറ്റു ജലാശയങ്ങളെയും ഒരുക്കിയിടേണ്ടത്. ഇവിടെയാകട്ടെ കനാൽ മാനേജ്മെന്റിന് മികച്ച സംവിധാനങ്ങളുണ്ട്. നമുക്കും കനാൽ മാനേജ് ചെയ്യാൻ മാത്രമായി ഒരു അഡ്മിനിസ്ട്രേഷൻ വേണം. കേരളത്തിൽ അതുള്ളതാണ്. ബോട്ടുകൾക്കും മറ്റും പെർമിറ്റ് നൽകുന്നത് അവരാണ്. ഇത്തരത്തിലുള്ള പഴയകാല ജലവാഹനങ്ങൾ പലയിടത്തും കാണാം. ഹൗസ് ബോട്ടുകൾ എന്ന് ഇവിടെ ഇത് അറിയപ്പെടുന്നു. ബെഡ്റൂമും ലിവിംഗ് റൂമുമെല്ലാമുള്ള ബോട്ടുകളാണ്. ദീർഘമായൊരു ചരിത്രമുണ്ട് ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾക്ക്. നഗരത്തിൽ പാർപ്പിട ദൗർലഭ്യം നേരിട്ട കാലത്താണ് ഇത്തരം ബോട്ടുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പണ്ട് ഉപയോഗത്തിലിരുന്ന ചെറുകപ്പലുകൾ ഇവിടേക്കെത്തിച്ച് ആളുകൾക്ക് താമസിക്കാവുന്ന വിധം മാറ്റിയെടുക്കുകയായിരുന്നു. ഇതിൽ മിക്കതിനും എഞ്ചിനില്ല. കിടക്കുന്നിടത്ത് തന്നെ വർഷങ്ങളോളം അതുണ്ടാവും. നഗരത്തിന് ശല്യമായി തുടങ്ങിയതിനാൽ ഇവിടെ ഇത്തരം ബോട്ടുകൾക്ക് നിരോധനം വന്നു തുടങ്ങിയിട്ടുണ്ട്. പാലങ്ങളിലെല്ലാം നമ്പർ കാണാം. 1500-ലധികം പാലങ്ങളുള്ള നഗരമാണ് ആംസ്റ്റർഡാം. പല പാലങ്ങളുടെയും തൂണ് ചുടുകട്ട കൊണ്ടുള്ളതാണ്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതൊന്നും വലിയ കേടുപാടില്ലാതെ നിൽക്കുന്നു. പല കനാൽ ജംഗ്ഷനുകൾ പിന്നിട്ടാണ് പോകുന്നത്. മനോഹരമാണ് തീരങ്ങൾ. വൃത്തിയാണ് അടിസ്ഥാനം. ബോട്ട് ഡ്രൈവർ കഥകൾ പറഞ്ഞും ചിത്രങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ തന്നുമാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരേ ഉയരമുള്ള പ്രൗഢമന്ദിരങ്ങൾ കനാലിന് അഭിമുഖമായി നിൽക്കുന്നു. നിവർന്നു നിന്നാൽ തല പാലത്തിൽ തട്ടും. കെട്ടിടങ്ങൾ പലതിലും പല നിർമ്മാണ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലത് ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ടാണ്. ജാലകത്തോട് ചേർന്ന ഭാഗങ്ങളിൽ കല്ല് കൂടുതലായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവയുമുണ്ട്. കല്ല് ദൂരെ നിന്നും കൊണ്ടുവരണം. അതിന് വലിയ ചെലവാകും. കല്ല് കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം അതീവ സമ്പന്നരുടെ വീടുകളായിരുന്നു. അങ്ങനെയാണ് സ്റ്റോൺ റിച്ച് എന്ന പ്രയോഗം തന്നെ വന്നത്. ഒരേ ഉയരമുള്ള പ്രൗഢമന്ദിരങ്ങൾ കനാലിന് അഭിമുഖമായി നിൽക്കുന്നു. എല്ലാറ്റിനും ക്ലാസിക് ഭാവമാണ്. ഇവിടെ ആവശ്യഘട്ടങ്ങളിൽ വലിച്ചുയർത്താവുന്ന ഒരു പാലമുണ്ട്. ഉരുക്കുപാലമാണ്. അതിന് ചുവട്ടിലൂടെ ക്ലോവനിയസ് ബുർഗ്വാൾ കനാലിലേക്കെത്തുന്നു. ഹോട്ടൽ NH കളക്ഷനാണ് വലതുവശത്ത് കാണുന്നത്. പഴയൊരു കെട്ടിടത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. കനാലിൽ ഉയർന്നു നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഓപ്പൺ റെസ്റ്റോറന്റുകൾ. ആളുകൾ അവിടെ നിറഞ്ഞിരിക്കുന്നു. കനാൽ തീരത്തും ജലാശയ തീരത്തും ഇരിക്കുന്നതാണ് ആളുകൾക്കിഷ്ടം. ജലാശയത്തിൽ നിന്നും 200 മീറ്റർ അകലത്തിൽ റെസ്റ്റോറന്റ് പണിതാൽ അവിടെ ചെന്നിരിക്കാൻ ആരുമുണ്ടാവില്ല. ഇപ്പോൾ ബോട്ട് ആംസ്റ്റൽ നദിയിലേക്ക് എത്തിയിരിക്കുന്നു. ആംസ്റ്റൽ നദിയിൽ ചിറകെട്ടിയുണ്ടാക്കിയ നഗരമായതിനാലാണ് ആംസ്റ്റർഡാം എന്ന് ഇതിന് പേര് വന്നത്. അങ്ങ് അകലെ കാണുന്നത് ഒരു ഡിഫൻസ് ടവറാണ്. മൂൺ ടോറൻ എന്ന ടവറാണത്. മധ്യകാലത്ത് ആംസ്റ്റർഡാം സിറ്റിയിലുണ്ടായിരുന്ന പ്രതിരോധ മതിലിന്റെ ഭാഗമാണ് മൂൺ ടോറൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രതിരോധാവശ്യങ്ങൾക്കായി പണിത ടവർ.
നദിയിലൂടെയുള്ള ഗതാഗതത്തിന്റെ നിരീക്ഷണം കൂടി സാധ്യമാകുന്ന തന്ത്രപ്രധാന സ്ഥലത്താണത്. ആംസ്റ്റൽ നദിയിലെ ജംഗ്ഷനിൽ ബോട്ട് അല്പനേരം വട്ടം കറങ്ങി. പല കനാലുകൾ ഇവിടെ നദിയിലേക്ക് വന്നു ചേരുന്നുണ്ട്. സിറ്റി സൈറ്റ് സീയിങ് കമ്പനിക്ക് ബസ് മാത്രമല്ല, ഇത്തരം ബോട്ടുമുണ്ട്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടുകൾ, നിരവധി ബോട്ടുകൾ. ഇതിൽ ഹൗസ് ബോട്ടുകളുണ്ട്. ടൂറിസ്റ്റുകൾക്കുള്ള ഉല്ലാസ ബോട്ടുകളുമുണ്ട്. ഡ്രൈവർ കാഴ്ചകൾ ഓരോന്നും വിവരിച്ചു തരുന്നുണ്ട്. ആംസ്റ്റൽ നദിയിലൂടെ സഞ്ചാരം തുടർന്നു.